good morning everyone. I am Anne Maria from Ave Maria Academy, Ettumanur. OET writing എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ഫോളോവിങ്, ഫോളോവ്ഡ് ബൈ. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഫോളോവിങ് അല്ലെങ്കിൽ ഫോളോവ്ഡ് ബൈ യൂസ് ചെയ്തുള്ള കോമൺ സെൻറ്റൻസ് നോക്കാം. ആദ്യത്തേത് ഫോളോവ്ഡ് ബൈ. അതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ there will be a meal followed by the exchange of gifts. ഇതിൻ്റെ അർത്ഥം എന്താ? അന്നദാനത്തെ തുടർന്ന് സമ്മാനങ്ങൾ കൈമാറുന്നത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം നടക്കുന്ന ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അന്നദാനം, രണ്ടാമത് നടക്കുന്ന ഇൻസിഡൻറ്റ് എന്ന് പറയുന്നതാണ് സമ്മാനങ്ങൾ കൈമാറുന്നത്. അപ്പോൾ ഫോളോഡ് ബൈ യൂസ് ചെയ്ത് നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യുവാണെങ്കിൽ ആദ്യം നടക്കുന്ന ഇൻസിഡൻറ്റ് ആദ്യവും രണ്ടാമത് നടക്കുന്ന ഇൻസിഡൻറ്റ് രണ്ടാമതും എഴുതുന്നു. ഇനി അടുത്തത് ഫോളോവിങ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വി വെയർ ടയേർഡ് ഫോർ എ ഫ്യൂ ഡേയ്സ് ഫോളോവിങ് അവർ ട്രിപ്പ്. അതായത് യാത്ര കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ക്ഷീണിതരായിരുന്നു. അപ്പം ഇവിടെ ആദ്യം നടക്കുന്ന ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ട്രിപ്പാണ്, രണ്ടാമത് നടക്കുന്ന ഇൻസിഡൻ്റ് ആണ് ക്ഷീണിതരായി എന്നുള്ളത്. പക്ഷേ ഫോളോവിങ് യൂസ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്ന ഇൻസിഡൻറ്റ് സെൻറ്റൻസിൻ്റെ അവസാനവും രണ്ടാമത് നടക്കുന്ന ഇൻസിഡൻറ്റ് സെൻറ്റൻസിൻ്റെ ആദ്യവും യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് OETയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തേത് ഫോളോവ്ഡ് ബൈ. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഷീ വാസ് ഇനിഷ്യലി മാനേജ്ഡ് വിത്ത് IV ഫ്ലൂയിഡ്സ് ഫോളോവ്ഡ് ബൈ ഓറൽ ഫ്ലൂയിഡ്സ്. അതായത് ആദ്യം അവൾക്ക് IV ഫ്ലൂയിഡ്സ് കൊടുത്തു, അതേ തുടർന്ന് ഓറൽ ഫ്ലൂയിഡ്സ് നൽകി എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്തത് ഫോളോവിങ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ മാർട്ടിൻ വാസ് അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ ഫോളോയിങ് എ ഫോൾ. അതായത് ഒരു വീഴ്ചയെ തുടർന്ന് മിസ്റ്റർ മാർട്ടിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന്, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്താ? വീഴ്ച. ആ വീഴ്ചയെ തുടർന്നാണ് രണ്ടാമത്തെ ഇൻസിഡൻറ്റ് വരുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുക എന്നുള്ളത്. പക്ഷെ ഫോളോയിങ് യൂസ് ചെയ്ത് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ആദ്യം നടക്കുന്ന ഇൻസിഡൻറ്റ് സെൻറ്റൻസിൻ്റെ അവസാനവും രണ്ടാമത് നടക്കുന്ന ഇൻസിഡൻറ്റ് സെൻറ്റൻസിൻ്റെ ആദ്യവും യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോളോവിങ് അല്ലെങ്കിൽ ഫോളോവ്ഡ് ബൈ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.